നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് 3 കാരണത്താൽ ഒരു വാഹനം ഓഫാകാം. അതെന്തെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കും അതറിയണം. അത് നിങ്ങളുടെ ഇന്ന് ഇതുപോലെ സംഭവിക്കാറുണ്ട്. ഒരു വാഹനം ഓഫായി കഴിയുമ്പോൾ എന്താണ് ഓഫാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവുമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിന് ഇനിയും പറ്റില്ല. 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് എടുത്തു. പലരുടെയും ആ സമയത്ത് പ്രാക്ടീസിനായിട്ട് പോയി, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിന് ഇനിയും പറ്റില്ല, ഞാൻ തന്നെ പോയിട്ട് പറ്റില്ല, പിന്നെ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഏത് പ്രായമായിരുന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിക്കാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം, ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കിൽ നിന്നും കാല് മാറ്റിയിട്ട് വേണം ഒരു വാഹനം നമ്മൾ എടുക്കുക എന്നുള്ളത്. പലരും എന്ത് ചെയ്യും, ഈ ബ്രേക്കിലേക്ക് കാല് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ശ്രമിക്കും. എന്ത് സംഭവിക്കും? ഈ ബ്രേക്കിൽ കാലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ എന്ത് സംഭവിക്കത്തില്ല, ഒരു വാഹനം സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രേക്കിലാണ് കാല്. കാരണം നമ്മുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കൊരു വാഹനം ഓഫാകാതെ മുൻപോട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്കിൽ നിന്നും കാല് മാറ്റി വീണ്ടും നമ്മുടെ ഇന്നൊരു വാഹനം ഓഫായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്തുകൊണ്ടായിരിക്കാം. ഒന്ന്, നമ്മുടെ ബ്രേക്കിൽ കാലിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാഹനം മുമ്പോട്ടെടുക്കാൻ പറ്റില്ല, കാരണം ഓഫായി പോകും. 2, ക്ലച്ചിൽ നിന്നും വേഗത്തിൽ കാലെടുത്താൽ എന്ത് സംഭവിക്കും, വാഹനം ഓഫായി പോകും. അപ്പൊ നമുക്ക് ക്ലച്ചിൽ നിന്ന് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് എന്നാണ് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുത്താലും ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ഏത് ഗിയറിലാണ് എടുക്കേണ്ടത്, അപ്പൊ ആ ഗിയറിൽ നമ്മൾ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് നമുക്കെല്ലാം അറിയാം. പക്ഷെങ്കിൽ പലരും എന്ത് ചെയ്യുന്നില്ല, ഈ ശ്രദ്ധിക്കാതെയാണ്. കാരണം നമ്മുടെ റോഡിന്റെ സ്പേസുകളെ കാര്യങ്ങളെ ഏത് രീതിയിലാണ് വാഹനം കിടക്കുന്നത്, നിരപ്പത്താണോ ഇറക്കത്താണോ കയറ്റത്താണോ എന്നൊന്നും മനസ്സിലാക്കാതെ പേടിച്ച് മുമ്പിൽ ഒരാളിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചു ഒരു വാഹന ബാഗിൽ നിന്ന് വരുന്ന കണ്ടിട്ട് ആ പേടിച്ചെന്ത് ചെയ്യും, വേഗത്തിലൊക്കെ എടുക്കാൻ ശ്രമിക്കും. അപ്പൊ നമുക്കെന്ത് സംഭവിക്കും, നമുക്ക് ഒരു കാരണവശാലും ഒരു വാഹനം സ്മൂത്തായിട്ട് ഒരു ഓഫാകാൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടാമത്തെ കാരണം എന്താ, ക്ലച്ചിൽ നിന്നും വേഗത്തിൽ കാലെടുത്താൽ എന്ത് സംഭവിക്കും, വാഹനം ഓഫായി പോകും. അപ്പൊ ഈ 2 കാര്യങ്ങളും പലർക്കും അറിയാം. കാരണം ബ്രേക്ക് കാല് വെച്ച വാഹനം എടുക്കാൻ പറ്റത്തില്ലെന്നും അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാലും വണ്ടി ഓഫ് ആകുമെന്നും പലർക്കും അറിയാം. എന്നാൽ ഈ 2 കാര്യം ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം എന്ത് ചെയ്യില്ല, പലരും ശ്രദ്ധിക്കാറില്ല. മൂന്നാമതായിട്ട് നമുക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വാഹനം പാർക്ക് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്, നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞത് ഇടാറുണ്ട്. അപ്പൊ പലരും എന്ത് ചെയ്യുന്നില്ല, ഒരു വാഹനം എടുക്കാൻ നേരം എന്ത് ചെയ്യത്തില്ല, ഇത് ശ്രദ്ധിക്കില്ല. ഒരു എവിടെയാണ് ഹാൻഡ് ബ്രേക്ക് ഇരിക്കുന്നത് പലർക്കും അറിയില്ല, പലരും ശ്രദ്ധിക്കില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടൊക്കെ എന്ത് ചെയ്യും, എടുക്കും. അപ്പൊ ഈ ഒരു 3 കാരണത്താൽ എന്ത് സംഭവിക്കാം, ഒരു വാഹനം നമുക്ക് എടുക്കുന്ന സമയത്ത് ഓഫായി പോകാം. 1, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയില്ലെങ്കിൽ. 2, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്താല്. 3, ഹാൻഡ് ബ്രേക്ക് കിടന്നാല്. ഞാൻ ബ്രേക്കിൽ നിന്നും കാല് മാറ്റിയല്ലോ എന്നിട്ട് വണ്ടി ഓഫായി പോകുന്നു. അതുപോലെ നമുക്ക് മനസ്സിലാക്കാം അത് ക്ലച്ചിൽ നിന്ന് വേഗത്തിലെടുത്തോണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്നും പതിയാണല്ലോ എടുത്ത്, അന്നേരം മനസ്സിലാക്കാം ഹാൻഡ് ബ്രേക്ക് കിടന്നിട്ടായിരിക്കാം. അപ്പൊ ഈ 3 കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വാഹനം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന് ആ കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്നൊരു ഉപകാരപ്പെട്ടെന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.